അപ്പോൾ നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക്, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ISROൻ്റെ കീഴിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക്, ട്രിവാൻഡ്രത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് പുതിയൊരു അപേക്ഷ വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിവേ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് 1/4/2025 അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/4/2025 എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യും എന്നുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വന്നിട്ടുള്ള പോസ്റ്റ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അസിസ്റ്റൻ്റ് ഉണ്ട്, രാഷ്ട്രഭാഷയാണ്. അപ്പോൾ അതിന് വന്നിട്ടുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ ആകെയുള്ള 2 വേക്കൻസിയാണ്, ജനറലിനും OBCക്കുമാണുള്ളത്. ഗ്രാജുവേഷൻ വേണം വിത്ത് മിനിമം ഓഫ് 60% മാർക്കോട് കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഹിന്ദി ടൈപ്പ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റ് സ്പീഡ് ഓഫ് 25 വേർഡ് പെർ മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊഫഷൻസി ഇൻ യൂസിങ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിസേബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങിലുള്ള അറിവുണ്ടെങ്കിൽ ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ജോബ് നേച്ചറാണ്, എന്തൊക്കെ ജോലി ചെയ്യേണ്ട വരും തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ടോട്ടൽ 5 വേക്കൻസിയാണുള്ളത്. ആ 5 വേക്കൻസി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതായത് എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് വേണം. 10ാം ക്ലാസ്സിൻ്റെ കൂടെ LMV ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട്, വാലിഡ് ആയിട്ടുള്ള 3 വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ അത് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വേക്കൻസി 3 നമ്മുടെ ജനറലിനും 2 OBCക്കും, അങ്ങനെ 5 വേക്കൻസി ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത, HVD ലൈസൻസ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മസ്റ്റ് പോസസ് വാലിഡ് പബ്ലിക് ബാഡ്ജ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതിൽ 3 വർഷം നിങ്ങൾ ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടും ബാക്കിയുള്ള വർഷങ്ങളിൽ നിങ്ങൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിച്ചാലും അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഹെവി വെഹിക്കിൾ പോസ്റ്റിനേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മറ്റുള്ള ഫയർമാൻ പോസ്റ്റാണ്. ഫയർമാൻ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് 3 ഒഴിവ് ജനറലിലാണുള്ളത്. ബാക്കിയുള്ള കാറ്റഗറിയിലുള്ളവർക്കും അപേക്ഷിക്കാം, പക്ഷേ റിസർവേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ജനറൽ ആയിട്ടായിരിക്കും നിങ്ങളെ അപേക്ഷിക്കുമ്പോൾ നിങ്ങളെ പരിഗണിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം 10ാം ക്ലാസ്സാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അത് മുമ്പോട്ടേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണിച്ചു തരാം. അതുപോലെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ഓൾസോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ കുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഒഴിവാണ് റിപ്പോർട്ടുള്ളത്, ജനറലിന് ഒരു ഒഴിവാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് സിമിലർ മേഖലയിൽ ഉണ്ടായിരിക്കണം എന്നും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അസിസ്റ്റൻറ്റ് വെഹിക്കിൾ ഡ്രൈവർ അത് Aയും ഉണ്ട് Bയും ഉണ്ട്, അതായത് ഹെവി വെഹിക്കിളും ലൈറ്റ് മോട്ടോർ വെഹിക്കിളും കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ഫയർമാനെ കുക്ക്, ജനറലിൻ്റെ ഏജ്, OBCൻ്റെ ഏജ്, SC/STൻ്റെ ഏജ്, പിന്നെ EWSൻ്റെ ഏജ്, ഓരോരു വിഭാഗത്തിനുമുള്ള ഏജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 18 to ഇത്ര വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ജനറൽ ആകുമ്പോൾ അസിസ്റ്റൻറ്റിന് 28 വയസ്സ് വരെ, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിന് ഏകദേശം 35 വയസ്സ് വരെ, അതുപോലെ ഹെവി വെഹിക്കിൾ ഡ്രൈവറിന് 35 വയസ്സ് വരെ, പിന്നെ ഫയർമാൻ 25 വയസ്സ് വരെ, OBCക്കും 25 വയസ്സ് വരെയാണ് കേട്ടോ ഫയർമാൻ പറയുന്നത്. പിന്നെ കുക്ക് 35 വയസ്സ് വരെയാണ് പറഞ്ഞത്. ഫയർമാൻ എല്ലാത്തിനും 25 വയസ്സ് തന്നെയാണ് പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. മിനിമം ഏജ് ഇവിടെ പറയുന്നുണ്ട്. മിനിമം ഏജ് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിനാദ്യം എക്സാമാണ് ഉണ്ടാകുക. എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. സ്കിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഡ്രൈവർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ആദ്യം റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക, പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുക, അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫയർമാൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫയർമാൻ്റെ ഡീറ്റെയിൽസ് ഓരോന്ന്. മിനിമം ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് ജനറൽ OBCക്ക് 165 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ തന്നെ SC/ST ആകുന്ന സമയത്ത് 160 സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുന്നുണ്ട്. വുമൻസിനാകുമ്പോൾ 155 സെൻറ്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ സ്റ്റാൻസിൽ വരുന്ന കാര്യങ്ങൾ ഓരോന്നിൽ ഒന്നാണിത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെയാണ് റിട്ടൺ ടെസ്റ്റും കാര്യങ്ങളും അതിനുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമ്മുടെ ഫയർമാൻ ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നതായിരിക്കും. PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരിങ് എ മെൻ ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ജമ്പ്, പിന്നെ 100 മീറ്റർ ഓട്ടം. ഇതിനൊക്കെ ആൺകുട്ടികൾക്ക്, പിന്നെ ഫീമെയിൽസിന്, അങ്ങനെ ഓരോരോ വിഭാഗത്തിനും ഇവിടെ 40 വയസ്സിൻ്റെ അപ് ടു 40 വയസ്സും അതുപോലെ തന്നെ എബോ 40 വയസ്സുമായിട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. ഏജിൻ്റെ ഡിഫറൻസിൽ
നിങ്ങൾക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫയർമാന് 25 ഏജ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നമ്മൾ കണ്ടിരുന്നു. 25 ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽസിനുള്ള ഇതിവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ ഐറ്റംസ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് 500 രൂപയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 500 രൂപ യൂണിഫോമിലിയാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് എല്ലാവരും 500 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫീമെയിൽസ്, SC ST അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ ഇവരൊക്കെ ഈ ഒരു ഫീസ് അടക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 400 രൂപ അവർക്ക് റീഫണ്ടായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ടോട്ടൽ 500 രൂപ എല്ലാവരും അടക്കണം. SC ST ഫീമെയിൽസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു 400 രൂപ തിരിച്ചു കയറും, 100 രൂപ പിടിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കി നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് എക്സാം സെൻറ്റർ കോഴിക്കോടും എറണാകുളവും അതുപോലെ തന്നെ തിരുവനന്തപുരവും, ഈ 3 സ്ഥലത്ത് നമുക്ക് കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സും പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൊത്തം നോട്ടിഫിക്കേഷനാണ്, ഇവിടെ അപേക്ഷിക്കേണ്ട ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കാണ് ഇവിടെ കാണുന്നത്. അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് 500 രൂപ ഫീസ് ഉണ്ട്. പിന്നെ SC ST വനിതകൾക്കെല്ലാം അതിൽ നിന്ന് തിരിച്ചു കിട്ടും. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക.